ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ള അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. നമുക്കെങ്ങനെ കക്ക ഫ്രൈ തയ്യാറാക്കാവുന്നത് നോക്കാം. ഞാൻ ഈ കക്ക എടുത്തിട്ട് നല്ല കഴുകി തിളപ്പിച്ചെടുത്തതാണ് കേട്ടോ. നമുക്ക് ഇതൊന്ന് തൊണ്ട് കളഞ്ഞെടുക്കാം. ഇതിൽ കച്ചറ ഉണ്ടാവും, അതൊന്ന് കളയണം. എൻ്റെയൊക്കെ ആ വീഡിയോ മിസ്സായി പോയതാണ്. തൊണ്ട് വേറെ പാത്രത്തേക്കും ഇറച്ചി വേറൊരു പാത്രത്തേക്കും ഇട്ടിട്ടുണ്ട് ഞാൻ. അങ്ങനെ നമുക്കിതൊക്കെ ഒന്ന് ആക്കിയെടുക്കാം. ഇതാണ് ഞാൻ ആക്കിയെടുത്ത കക്ക ഇറച്ചി. നമുക്ക് ഇതുപോലെ ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്കൊന്ന് ഉള്ളി വാട്ടിയെടുക്കാം. ഉള്ളി വാടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നമുക്കതിലേക്ക് മുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. എന്നിട്ട് നമുക്കൊന്ന് തുറന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളൊക്കെ ഇതാ വാടി വരുന്നുണ്ട്. ഇതുപോലെ നമുക്കൊന്ന് ഉടച്ച് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം. നമുക്കതിലേക്ക് മുളകും പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതുപോലെ കുറച്ച് വെള്ളം ഒഴിക്കാം. അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കാം. നമുക്ക് ഈ കക്ക ഇറച്ചി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മസാല പിടിക്കാൻ വേണ്ടി ഇതുപോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കണം. നമുക്കൊന്ന് മൂടി തുറക്കാം. ഇതിങ്ങനെ വെന്തും കൊണ്ടിരിക്കുകയാണ്. നമുക്കിതൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം.
നമ്മുടെ കക്ക ഇറച്ചി തയ്യാറായിട്ടുണ്ട്. നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ബ്രെഡും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.